കേരളവും അതുപോലെ തന്നെ കേന്ദ്രവും ഭരിക്കുന്ന ഗവൺമെൻറ്റുകളെ കൊണ്ട് മടുത്ത സ്ഥിതിയിലാണ് ജനങ്ങൾ. വല്ലാതെ മടുത്തുപോയി. സാമ്പത്തികമായി ജനങ്ങൾ വല്ലാത്തൊരു സ്ഥിതിയിലാണ് കേരളത്തിൽ. ഒന്നിനും കാശില്ല. ആശുപത്രികളിൽ പഞ്ഞി വാങ്ങാൻ പണമില്ല. അതുപോലെ തന്നെ ഒരു വില കുറച്ച് വിൽക്കേണ്ട സാധനങ്ങൾ വിൽക്കേണ്ട സ്ഥലത്തൊന്നും അതില്ല. പെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര കാലമായി കുടിശ്ശികയാണ്. കിറ്റ് കൊടുത്തും ആനുകൂല്യം കൊടുത്തും അധികാരത്തിൽ വന്ന് അത് തുടരുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഒന്നിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു സാധനവുമില്ല, ഒന്നിനൊട്ട് കാശുമില്ല. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള അനുദിനം നമ്മുടെയൊക്കെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ദാരുണമായ കൊലപാതകങ്ങളും കാര്യങ്ങളും ഒക്കെയായി ആകെ ഈ ഭരണം എന്തിനു തുടരണം? ജനങ്ങൾക്ക് മടുത്ത ഒരു സ്ഥിതി കേരളത്തിലും വന്നു കഴിഞ്ഞു. രാജ്യത്തുള്ള കർഷകർക്ക് ബുദ്ധിമുട്ട്, അങ്ങനെ എല്ലാം കൊണ്ടും വിഷമത്തിലായ ഒരു സ്ഥിതി ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ഉണ്ടായ ഈ അവസ്ഥയിൽ അതിൽ നിന്നൊക്കെ ഉള്ള മോചനം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലൂടെയാണ്, UDF-ലൂടെയാണ്. എല്ലാവർക്കും അതറിയാം. ഇവിടെ കഴിഞ്ഞുപോയ ഭരണങ്ങളൊക്കെ എടുത്തു വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യകാലമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങേ അറ്റം സന്നിദശ പിടിച്ച ഒരു കാലമാണ്. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പോരാടുന്ന ഈ പോരാട്ടത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായി കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കാൻ KPCC പ്രസിഡന്റ് നമ്മുടെ സ്ഥാനാർത്ഥി അവരുടെ വിജയിപ്പിച്ച് ഒപ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ശ്രീ സുധാകരനെ ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിക്കാൻ വേണ്ടി എല്ലാവരും, ഞാനിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരോടൊക്കെ ഇവിടെ റിവ്യൂ ചെയ്തു. നോമ്പുകാലം ആയതുകൊണ്ട് വളരെ വിഷമിച്ചാണ് പ്രവർത്തകന്മാർ പ്രവർത്തനം നടത്തുന്നത് എന്നറിയാം. പക്ഷെ അതൊന്നും നോക്കേണ്ട. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ മോചനം നേടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മാത്രം രണ്ട് വാക്ക് പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്.